Welcome to online session. Dear students, it's me Anukumar, your social history teacher. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ദി സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവല്യൂഷൻസ് ഇൻ അവർ ചാപ്റ്റർ. വി ക്യാൻ എക്സ്പെക്ട് മെനി ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന, പബ്ലിക് എക്സാം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. പല തരത്തിൽ 6 മാർക്കിനും 3 മാർക്കിനും 1 വേർഡും 2 മാർക്കായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിന്ന് വരാം. അപ്പോൾ എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാം. റെഡി? ഓക്കെ. ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ, ദി ഇയർ മേ ബി ആസ്ക് ഇൻ ദി എക്സാം. ദറ്റ് ഈസ് 1789. 1789 നടന്ന വിപ്ലവമാണ് എന്ത്, ഫ്രഞ്ച് വിപ്ലവം. ഇറ്റ് ഇസ് എ ബ്ലഡ്ഫുൾ റവല്യൂഷൻ. രക്തരൂക്ഷിതമായുള്ള വിപ്ലവമാണ് എന്ത്, ഫ്രഞ്ച് റവല്യൂഷൻ. സോ വി ക്യാൻ ഡിസ്കസ് ദി റീസൺസ് ഓഫ് ദി വാട്ട് ഫ്രഞ്ച് റവല്യൂഷൻ. ഇതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പഠിച്ചു വയ്ക്കാം. അതിൽ ഒന്ന്, ഇൻ ഫ്രാൻസ് റൂൾഡ് ബൈ ലൂയി റൂളേഴ്സ്. ഫ്രഞ്ച് റൂളേഴ്സ് ആർ കോമൺലി കാൾഡ് ബൂർബൺ റൂളേഴ്സ്. ബൂർബൺ ഡൈനാസ്റ്റി റൂൾഡ് വാട്ട് ഫ്രാൻസ്. ബൂർബൺ എന്നാണ് അതിന് പറയാം. ബൂർബൺ റൂളേഴ്സ് ലൈക്ക് അവർ മുഗൾ റൂളേഴ്സ്. മുഗൾ റൂളേഴ്സ് എന്നൊക്കെ പറഞ്ഞ മാതിരി ബൂർബൺ ഡൈനാസ്റ്റി, ബൂർബൺ രാജവംശമാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ആൻഡ് റൂളേഴ്സ് ആർ കോമൺലി കാൾഡ് ലൂയി റൂളേഴ്സ്. ഓരോ നമ്പറാണ് എന്ത് രാജാക്കന്മാർക്ക് കൊടുക്കാറ്. ലൂയി രാജാക്കന്മാർ എന്നാണ് അവരെ അറിയപ്പെടാറ്. ആൻഡ് ദ വർ ഓട്ടോക്രാറ്റിക് ആൻഡ് ഡെസ്പോട്ടിക് റൂളേഴ്സ് ആൻഡ് ലെഡ് എ ലക്ഷറിയസ് ലൈഫ് ആൻഡ് ബിലീവ് ഇൻ ദി വാട്ട് ഡിവൈൻ റൈറ്റ് തിയറി and not care about the problems and the sufferings of the what common people. They think about their luxury, they think about their autocratic rule, and their mind what they think, that is a rule, that is a law. ഇവരെന്താണ്, ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു, സ്വേച്ഛാധിപതികളായിരുന്നു. സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ആൾക്കാർ. അവരെ പറഞ്ഞ പേരാണ് എന്ത്, ഓട്ടോക്രാറ്റിക്. ഡെസ്പോട്ടിക് എന്ന് പറഞ്ഞാലും പിന്നെ ആരെയും കൂശാതെ ഒന്നും കേൾക്കാതെ ഭരിക്കുന്ന ആൾക്കാരാണ് എന്ത്, ഡെസ്പോട്ടികൾ. ജനങ്ങൾക്ക് വോയിസ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഭരണമാണ് ഡെസ്പോട്ടിസം. ആൻഡ് ദേ ആൾസോ ബിലീവ്ഡ് ഇൻ ദി ഡിവൈൻ റൈറ്റ് തിയറി. ദൈവദത്ത സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി. ദൈവദത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇവർ ബിലീവ് ചെയ്ത തിയറിയാണിത്. ഇവരുടെ ഈ ഒരു തിയറി പ്രകാരം ദൈവമാണ് അവരെ രാജാക്കന്മാരാക്കിയത് ഫ്രാൻസിൽ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മാത്രമാണ് അവരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനും അതുപോലെ തന്നെ അവരെ വിമർശിക്കാനും അവരെ ചോദ്യം ചെയ്യാനും അവകാശമുള്ളൂ. ജനങ്ങൾക്ക് അവകാശമില്ല എന്ന് സമർത്ഥിക്കുന്ന തിയറിയാണ് എന്ത്, ഡിവൈൻ റൈറ്റ് തിയറി. ആൻഡ് ദെൻ വി ക്യാൻ ഡിസ്കസ് because of many their codes we can understand their what autocratic mentality. ഇവരുടെ പല കോഡ്സിലൂടെയും നമുക്ക് ഇവരുടെ സ്വേച്ഛാധിപത്യ മനോഭാവം, അവരുടെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അത് ലൂയി 14 എടുക്കാം. ലൂയി 14 quoted that I am the state and only the God have power and right to question their rule. ഇവിടെ ലൂയി 14 ഫേമസ് കോട്ടാണ് I am the state. ഞാനാണ് രാഷ്ട്രം, എല്ലാം ഞാനാണ്, രാഷ്ട്രം തന്നെ എന്താണ്, ഞാനാണെന്നുള്ള ഒരു കോഡ്സ് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും എല്ലാമുള്ള അവകാശം ദൈവത്തിന് മാത്രമാണുള്ളത് എന്ന് പറഞ്ഞ ആളാണ് എന്ത്, ലൂയി 14. ഞാനാണ് രാഷ്ട്രം, I am the state എന്ന് പറഞ്ഞ ലൂയി 14. ദെൻ ലൂയി 15. ലൂയി 15 പറഞ്ഞ വാക്കാണ് ആഫ്റ്റർ മീ ദി ഡിലോഗ്. ആഫ്റ്റർ മീ ദി ഡിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശേഷം എന്താണ്, പ്രളയം. ആഫ്റ്റർ മീ ദി ഡിലോഗ്, എനിക്ക് ശേഷം പ്രളയം. ഫ്രാൻസിൽ എനിക്ക് ശേഷം ഒന്നും ഉണ്ടാവില്ല, എല്ലാം പ്രളയമായിരിക്കും, എല്ലാം ഞാനാണെന്നുള്ള ഒരു മെന്റാലിറ്റി. ആൻഡ് അനദർ കോഡ്സ് ബൈ മേരി അന്റോണിറ്റി. മേരി അന്റോണിറ്റി വാസ് ദി വൈഫ് ഓഫ് ദി വാട്ട് അവർ ലൂയി 16. ലൂയി 16 എന്ന് പറയുന്ന അവസാന ഫ്രഞ്ച് ബൂർബൺ രാജാവായിരുന്ന അയാളുടെ വൈഫായിരുന്നു എന്ത്, മേരി അന്റോണിറ്റി. മേരി അന്റോണിറ്റി പറയുന്നുണ്ട്, ഇഫ് യു ക്യാൻ ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് ടു കേക്ക്. ഇഫ് ദേ ക്യാൻ ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് ടു വാട്ട് കേക്ക്. നിങ്ങൾക്ക് ബ്രെഡ് കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം ആ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിലെ സമ്പന്നരുടെ ഭക്ഷണമായിരുന്നു കേക്ക്. സാധാരണ പട്ടിണി പാവങ്ങൾക്ക്, സാധാരണ കോമൺ മാന് ഒരു കേക്ക് വാങ്ങാൻ ക്യാഷ് ഉണ്ടാവില്ല. അവൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമാണ് കേക്ക് ഉണ്ടായിരുന്നത്. അവൻ്റെ സാപ്പിൾ ഫുഡ്, നമ്മൾ അരി കഴിക്കുന്നതുമാതിരി ചോറ് കഴിക്കുന്നതുമാതിരി അവരുടെ സാപ്പിൾ ഫുഡായിരുന്നു ബ്രെഡ്. ബ്രെഡ് മാർക്കറ്റിൽ നിന്ന് എന്താണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതായിരുന്നു നമ്മുടെ ചോറിന് പകരം കഴിച്ചിരുന്നത്.
അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എന്താണ്, ബ്രെഡ് പോലും കിട്ടാതായി. അതുപോലും വാങ്ങാനുള്ള ത്രാണി ജനങ്ങൾക്കില്ല. അവർ ബ്രെഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഡിമാൻഡ് ചെയ്തപ്പോൾ അവരെ കളിയാക്കിക്കൊണ്ട്, അതിനുള്ള പരിഹാരം കാണാതെ അവരെ കളിയാക്കിക്കൊണ്ട് മേരി ആന്റോണിറ്റി പറഞ്ഞാണ് എന്ത്, ഇഫ് യു ക്യാൻഡ് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് ടു കേക്ക്. നിങ്ങൾക്ക് എന്താണ്, ബ്രെഡ് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കേക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കി. ദാറ്റ് മീൻ ബൈ വൺ ഓഫ് ദി റീസൺ ബൈ ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട്. There's a despotic mentalities of the world, our Bourbon dynasty or the world, Louis rules. And there is existing the word social inequality. Social inequality existing in the world entire France. നമ്മുടെ ഫ്രാൻസിൽ സാമൂഹിക അസമത്വങ്ങളും നില നിന്നിരുന്നു. അതിൽ ഒന്നാമത്തെ, we can see in their structure of the French society, we can clearly visible the word the inequality. French society divided into 3 estates. First estate, second estate and third estate. French society divided into 3 estates, first estate, then second estate and third estate. ഫ്രഞ്ച് എന്താണ്, സമൂഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഒന്നാമത്താണ് എന്ത്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എന്താണ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ദവർ ക്ലർജി. ഫ്രഞ്ച് സമൂഹം 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ്, മലയാളത്തിലും ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് തന്നെ പറയാം, ഒന്നാമത്തെ എസ്റ്റേറ്റ്, ഇത് രണ്ടാമത്തെ എസ്റ്റേറ്റ്, ഇത് മൂന്നാമത്തെ എസ്റ്റേറ്റ്. ആൻഡ് ഫസ്റ്റ് എസ്റ്റേറ്റ് ദവർ ക്ലർജി. ക്ലർജി എന്ന് പറയുന്ന വിഭാഗം പുരോഹിതന്മാരായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ന്യൂമറിക്കലി ദവർ ലോ ഇൻ നമ്പർ, വളരെ കുറവുള്ള ആൾക്കാരാണ്, ഇവരായിരുന്നു ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റിൽ. ആൻഡ് ദേ ഹോൾഡ് വാസ്റ്റ് ലാൻഡ് ആൻഡ് ദേ കളക്ടിങ് മെനി ടാക്സസ്. But they exempted from all types of taxes. They collected a special tax called tithe from the farmers, and they enjoyed higher positions in the military and government. They hold higher positions in the our administrations and the our military. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ് വിഭാഗമാണ് എന്ത്, പുരോഹിതന്മാർ എന്ന് പറയുന്ന ക്ലർജി. ആ പുരോഹിതന്മാർ, അവർക്ക് ആയിരുന്നു ഭൂമിയിൽ കൂടുതൽ അവകാശം. ഒരുപാട് വലിയ ഭൂപ്രദേശം അവരുടെ പേരിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദേ കളക്ടിങ് ടാക്സ്, അവർ നികുതി പിരിച്ചിരുന്നു. കർഷകരിൽ നിന്നും അവർ പിരിച്ച നികുതിയുടെ പേരാണ് എന്ത്, തിത്തെ. അപ്പോൾ തന്നെ അവർ ഒരു തരം ടാക്സും ആർക്കും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരെല്ലാത്തരം ടാക്സും, ഗവൺമെൻറ്റിന് ടാക്സും കൊടുക്കേണ്ട, കർഷകന് ടാക്സ് പിരിക്കുകയും ചെയ്യാം. അപ്പോൾ തന്നെ ദേ എൻജോയ്ഡ് ഹയർ പൊസിഷൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻസ് ആൻഡ് മിലിറ്ററി. സൈന്യത്തിലും ഭരണത്തിലും ഉയർന്ന പദവികൾ എന്ത് ചെയ്തിരുന്നു, അവർ വഹിച്ചിരുന്നു. സൈന്യത്തിലും എന്താണ്, രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായിരുന്നു. സൈനിക ഭരണ പദവികൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇത്രയാണ് ആരെക്കുറിച്ച് പഠിക്കാനുള്ളത്, നമ്മുടെ ക്ലർജി. ആൻഡ് സെക്കൻഡ് ഡിവിഷൻ, സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് എസ്റ്റേറ്റ് ആണ്. സെക്കൻഡ് എസ്റ്റേറ്റ് ദ കോമൺലി കാൾഡ് നൊബിലിറ്റി ഓർ മലയാളത്തിൽ പറയും പ്രഭുക്കന്മാർ. രണ്ടാമത്തെ വിഭാഗമായിരുന്നു നോബിൾസ്, പ്രഭുക്കന്മാർ എന്ന് പറയുന്ന വിഭാഗം. Like the first estate, this noble or the nobilities also holded very vast land. They exempted from all types of taxes. They led a luxurious life. They enjoyed higher positions in the military. ഇവിടെ ഇവരെ പോലെ തന്നെ പ്രധാനമായിട്ട് പ്രഭുക്കന്മാർക്കും ഒരുപാട് പദവികളുണ്ടായിരുന്നു. നികുതി കൊടുക്കണ്ട, ഒരുപാട് ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏറ്റവും ആഡംബര ജീവിതം നയിച്ചു. സൈനിക തലവന്മാരായിരുന്നു ഇവർ. സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവികൾ ഏറിയ പങ്ക് പോയിരുന്നത് ആർക്കായിരുന്നു, നോബിൾസിന് ആയിരുന്നു. ഓക്കെ, ഇത്രയാണ് എന്ത് ഇതിൽ. അതുപോലെ തന്നെ ദേ ക്യാൻ ടേക്ക് ദി വർക്ക്സ് ഓഫ് ദി ഫാമേഴ്സ് ഓർ ദി പെസൻസ് വിത്തൗട്ട് എനി റെമ്യൂണറേഷൻ. ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ സാധാരണ കർഷകന്റെ, തൊഴിലാളിയുടെ അധ്വാനം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം, എത്ര വേണമെങ്കിലും കൂലിയൊന്നും കൊടുക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് എന്താണ് അവകാശങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു. അവരെ പറഞ്ഞ പേരാണ് എന്ത്, നമ്മുടെ നൊബിലിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് എസ്റ്റേറ്റിൽ എന്താണ് മെയിൻ വിഭാഗം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് ദേ വർ കോമൺലി കാൾഡ് മിഡിൽ ക്ലാസ്. ആൻഡ് മിഡിൽ ക്ലാസ് ആൻഡ് അവർ ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മാൻ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന വിഭാഗമായിരുന്നു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന മധ്യവർഗം. ആൻഡ് മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്, ലോയേഴ്സ്, ദെൻ mainly the our lawyers, then doctors, then professionals, then teachers, then thinkers and traders, merchants and everyone including the middle class. മിഡിൽ ക്ലാസ് ഉൾപ്പെടുന്ന വിഭാഗമായിരുന്നു ഒന്ന് കച്ചവടക്കാർ, രണ്ടാമത്തെ വിഭാഗം വ്യാപാരികൾ, ഡോക്ടർമാർ,
എൻജിനീയർമാർ, ടീച്ചേഴ്സ്, വക്കീലന്മാർ, അപ്പോൾ എന്താണ് ഇത്തരം അവരുടെ ചിന്തകന്മാർ, എഴുത്തുകാർ, അവരെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് മിഡിൽ ക്ലാസ്. ആൻഡ് ദിസ് അപ്പാർട്ട് ഫ്രം മിഡിൽ ക്ലാസ് ദർ ഈസ് ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മാൻ. ഇവരെ മിഡിൽ ക്ലാസ്സിനെ കൂടാതെ കർഷകരും കരകൗശല വിദഗ്ധന്മാർ, കൊത്തുപണിക്കാർ, അതും മിഡിൽ ക്ലാസ്സിൽ പെടുന്ന വിഭാഗമായിരുന്നു. മിഡിൽ ക്ലാസ്സിലല്ല തേർഡ് എസ്റ്റേറ്റിൽ 3 ആൾക്കാർ. ഒന്ന് മിഡിൽ ക്ലാസ്, അതിലാരൊക്കെയുണ്ട് നമ്മൾ പഠിച്ചു? ഡോക്ടേഴ്സ്, ലോയേഴ്സ്, തിങ്കേഴ്സ്, ട്രേഡേഴ്സ്, മെർച്ചന്റ് ആൻഡ് വാർഡ് പ്രൊഫഷണൽസ് എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് നമ്മുടെ മിഡിൽ ക്ലാസ്. ആൻഡ് mainly another one is called what? The child. They collected the third estate, they collected the what? Taxes. They also paid taxes to the what? Government. That tax is commonly called tail. Tail എന്ന് പറയുന്നത് എന്താണ്? ഒരു നികുതി എന്താണ് ഇവർ ഗവൺമെന്റിന് അടയ്ക്കുകയും ചെയ്തിരുന്നു. And our what? The middle class, they paid a special tax commonly called tail to the what? Government. ഗവൺമെന്റിന് എന്താണ് അവർ പ്രത്യേക തരം ടാക്സ് കൂടി എന്താണ് അടയ്ക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദിസ് ഏരിയ. വൺസ് അഗൈൻ ഐ റിപ്പീറ്റഡ്. തേർഡ് എസ്റ്റേറ്റ് ദേ വർ കോമൺലി കാൾഡ് മിഡിൽ ക്ലാസ്. ദേ ഇൻക്ലൂഡിംഗ് ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻസ് ആൻഡ് വാട്ട് ദിസ് ആൾസോ ദി ടൈപ്പ്. അപ്പോൾ തന്നെ ദേ ആൾസോ പെയ്ഡ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടാക്സ് ടു ദി വാട്ട് അവർ ഫാമേഴ്സ്. നോ, ദി ഗവൺമെന്റ് ദറ്റ് ഈസ് കാൾഡ് ടൈലി. തൈല എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എന്താണ് ടാക്സ് അവർ ഗവൺമെന്റിലേക്ക് എന്താണ് അടയ്ക്കുകയും ചെയ്തിരുന്നു. ആ ടാക്സിന്റെ പേരാണ് എന്ത് തൈല എന്ന് പറയുന്ന ഒരു നികുതി. ഇത്രയാണ് എന്ത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് അവർ തേർഡ് എസ്റ്റേറ്റ് ഇൻക്ലൂഡിംഗ് ഫാമേഴ്സ്, ക്രാഫ്റ്റ്മാൻ ആൻഡ് മിഡിൽ ക്ലാസ്, ദേ ഹാവ് നോ പവർ ഇൻ ദി വാർഡ് ഹയർ പൊസിഷൻ ഇൻ ദി ഗവൺമെന്റ് ആൻഡ് ദേ കമ്പൽഡ് ടു പേ എ ഹൈ എമൗണ്ട് ആസ് എ ടാക്സ് ആൻഡ് ദേ ഹാവ് നോ മോർ ലാൻഡ് അണ്ടർ ദിയർ വാർഡ് നെയിം. ലൈക്ക് അവർ നോബിൾ ആൻഡ് ലൈക്ക് അവർ വാർഡ് ക്ലർജി, നമ്മുടെ പുരോഹിതന്മാരെ പോലെ അതുപോലെ തന്നെ പ്രഭുക്കന്മാരെ പോലെ ഇവർക്ക് ഒരുപാട് ഭൂമിയൊന്നുമില്ല. ഒട്ടുമിക്ക നികുതികളും അടയ്ക്കണം. ഉയർന്ന ഭരണ സൈനിക പദവികൾ ഇവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ ഈസ് ദി റവല്യൂഷൻ ബൈ മിഡിൽ ക്ലാസ് ഓർ തേർഡ് എസ്റ്റേറ്റ്. ഫ്രഞ്ച് റവല്യൂഷൻ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് നടത്തിയ വിപ്ലവമായിട്ടെന്ന് പറയാറുണ്ട്. കാരണം ഇവർക്ക് സമൂഹത്തിൽ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊന്നും പേരിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി വാട്ട് തിങ്കേഴ്സ് കോൺട്രിബ്യൂഷൻസ്, ഐഡിയോളജീസ് ഇൻസ്പയർഡ് ഓർ ദി വാട്ട് ദി ആശയങ്ങൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചതൊക്കെയെന്നുള്ളത്. ദിസ് ആൾസോ യു ക്യാൻ എക്സ്പെക്ട് എക്സാം വി എഫ് പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ ഡിവിഷൻസ്, ഇത് 3 മാർക്കും ചോദിക്കാറുണ്ട്. ഹൗ ദി ഫ്രഞ്ച് സോഷ്യൽ ഇനീക്വാലിറ്റി ലെഡ് ടു ദി ഫ്രഞ്ച് റവല്യൂഷൻ. എങ്ങനെയാണ് ഫ്രഞ്ച് സമൂഹത്തിലെ അസമത്വങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത്? അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതേണ്ടത് ഈ സമൂഹത്തിൻ്റെ വിഭജനവും അതിൻ്റെ പ്രശ്നങ്ങളുമാണ്. അത് കഴിഞ്ഞാൽ ചിന്തകന്മാരുടെ സ്വാധീനം എക്സ്പെക്ട് ചെയ്യാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്താണ് ചിന്തകന്മാരുടെ സ്വാധീനം. ആൻഡ് എസ്പെഷ്യലി വി ക്യാൻ സ്റ്റഡി ഹിയർ 3 വെരി ഫേമസ് തിങ്കേഴ്സ് ഇൻ ദി വാർഡ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫസ്റ്റ് വൺ വോൾട്ടയർ, മോന്തസ്ക്യൂ ആൻഡ് റൂസോ. They were the prophets of the what? French Revolution. In exam we have found, you can expect this question for 4 mark or 3 mark. How the ideas inspired the French Revolution. എങ്ങനെ ആശയങ്ങൾ ചിന്തകന്മാരുടെ സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളത്. അതിലൊന്ന് വോൾട്ടയർ. വോൾട്ടയർ commonly called the father of French Revolution. GKVF പോയിന്റിലെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് കേൾക്കാൻ മതി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളെ പേരാണ് എന്ത് വോൾട്ടയർ. ആൻഡ് പ്രൊഫറ്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ദറ്റ് ഈസ് കാൾഡ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് എന്ത് റൂസോ. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. 3 thinkers. So first of all we can discuss about the Voltaire. Voltaire ridiculed the exploitative mentalities of the clergy. ക്ലർജി എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ ചൂഷണത്തെ കളിയാക്കി വിമർശിച്ചു ആര്? വോൾട്ടയർ. ആൻഡ് സെക്കൻഡ് ഹി പുട്ട് ഫോർവേഡ് ദി 3 ideas: റാഷണൽ തിങ്കിങ്, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. റാഷണൽ തിങ്കിങ് എന്നുള്ള യുക്തിചിന്ത നമ്മൾ പഠിച്ചു, ഇക്വാലിറ്റി തുല്യത, ഹ്യൂമനിസം മാനവികത. ഈ 3 ആശയങ്ങളും ജനങ്ങൾക്ക് പരിചിതമാക്കി കൊടുത്തു ആര്? നമ്മുടെ വോൾട്ടയർ. ഇതൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല ഫ്രാൻസിൽ. സോ വോൾട്ടയർ ridiculed the exploitative mentalities of the clergy. പുരോഹിതന്മാരുടെ പിന്നെ ചൂഷണ മനോഭാവത്തെ കളിയാക്കിയാര്? നമ്മുടെ വോൾട്ടയർ. 2 റാഷണൽ തിങ്കിങ്, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. ഈ ഒരു ആശയങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം മുന്നോട്ട് വെച്ചു. ദ സെക്കൻഡ് പേഴ്സൺ മോന്തസ്ക്യൂ. മോണ്ടസ്ക്യൂ എന്നാണ് പറയാം. ആൻഡ് ഹി പുട്ട് ഫോർവേഡ് 2 ideas: democracy and republic. And first point in our
politics area, he implemented the separation of power and the administration divided into 3 levels: legislature, executive and judiciary. ആദ്യമായിട്ട് അധികാര വിഭജനം നടത്തിയത് മോണ്ടസ്ക്യൂ ആണ്. രാജാവിൻ്റെ അധികാരം, ഭരിക്കുന്നവരുടെ അധികാരം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം: നിയമനിർമ്മാണം, കാര്യനിർവഹണം, അതുപോലെ നീതിന്യായം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അങ്ങനെയുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് ആദ്യമായിട്ട് നിർവചനം കൊടുത്ത ആളാണ് എന്ത്? മോണ്ടസ്ക്യൂ. അദ്ദേഹം മുന്നോട്ട് വെച്ച 2 ആശയങ്ങളാണ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. അതൊക്കെയാണ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ ഈസ് കാൾഡ് റൂസോ. റൂസോ ആൾറെഡി ടോൾഡ് ദാറ്റ് ഈസ് എ പ്രൊഫറ്റ് ഓഫ് ദി വേൾഡ്, അവർ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് എന്ത്? റൂസോ. റൂസോ മുന്നോട്ട് വെച്ച ആശയമാണ് every people have a sovereign power. People are the sovereign. And he wrote a very famous book, Social Contract. In his book, he highlighting the word man is born in free, but everywhere he is in chain. Man is born in free, but everywhere he is in chain. റൂസോയുടെ ഗ്രേറ്റ് കോട്ടാണ്, ലോകത്തെ ഫേമസ് കോട്ടുകളിലൊന്ന് റൂസോയുടെ ആണ്. റൂസോ പറഞ്ഞ വാക്കാണ് എന്ത്? മനുഷ്യൻ സ്വതന്ത്രനായിട്ട് പിറക്കുന്നു, പക്ഷെ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളാൽ ബന്ധനസ്ഥനാണ്. മാൻ ബോൺ ഇൻ ഫ്രീ ബട്ട് എവരിവർ ഹി ഈസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് പിറക്കുന്നു, പക്ഷേ എല്ലായിടങ്ങളിലും അവൻ എന്താണ്? ചങ്ങലകളാൽ ബന്ധനസ്ഥനാണ്. ജനിക്കുമ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ട് ജനിക്കുകയാണ്. പിന്നെ അവന് മേലെ ഒരുപാട് വിലക്കുകളും ചങ്ങലകളും വരികയാണ് ജീവിക്കുമ്പോൾ. ആ വിലക്കുകളെക്കുറിച്ചും ആ സോഷ്യൽ ഇനിക്വാലിറ്റിയെക്കുറിച്ചും എന്താണ് റൂസോ ആ കോഴ്സിൽ പറയുന്നുണ്ട്. അവിടെ വർക്കിൻ്റെ പേരാണ് സോഷ്യൽ കോൺട്രാക്ട്. അത് പറഞ്ഞാൽ മറ്റൊരു കോഴ്സാണ് ദി പീപ്പിൾ സോവറൻ, ജനങ്ങളാണ് പരമാധികാരികൾ എന്നുകൂടി എന്താണ് റൂസോ പറഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു വിഭാഗം ചിന്തകന്മാരാണ് ഫിസിയോക്രാറ്റ്. ഫിസിയോക്രാറ്റ് ദേ വർ എക്കണോമിസ്റ്റ് ആൻഡ് ദേ ട്രൈ ടു പ്രൊട്ടക്ട് ഇൻ ദി വാട്ട് ഇൻട്രസ്റ്റ് ഓഫ് ദി മിഡിൽ ക്ലാസ്. അക്കോർഡിംഗ് ടു ഫിസിയോക്രാറ്റ്, എവരിവൺ ഹാവ് എ പവർ ടു ആൻഡ് റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ആൻഡ് മാനേജ് ദി വാട്ട് പ്രോപ്പർട്ടി. നമ്മുടെ ഫിസിയോക്രാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, സാമ്പത്തിക ചിന്തകന്മാരാണ്. അവർ പറഞ്ഞത് എല്ലാവർക്കും സമ്പാദിക്കാനും സ്വത്ത് കൈവശം വെക്കാനും അത് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നത് വാദിച്ചു. ഇവർ പരമാവധി മിഡിൽ ക്ലാസിൻ്റെ അവകാശങ്ങളെയാണ് എന്ത് സംരക്ഷിച്ചത്. ആ വിഭാഗത്തെ പറഞ്ഞ പേരാണ് എന്ത്? ഫിസിയോക്രാറ്റ്. എന്നിട്ട് പറഞ്ഞാൽ ഫിസിയോക്രാറ്റ് വേർതി വാൺ എക്കണോമിക്സ്, സാമ്പത്തിക ചിന്തകന്മാരാണ്. ആൻഡ് അവർ പറഞ്ഞ വാക്കാണ് എന്ത്? എല്ലാവർക്കും സ്വത്ത് സമ്പാദിക്കാനും അത് നോക്കാനും അത് കൊണ്ടു നടക്കാനും അത് മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇവർ പരമാവധി എന്ത് ചെയ്തു? മിഡിൽ ക്ലാസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് ടീം ഈസ് കാൾഡ് ഫിലോസഫേഴ്സ്. രണ്ട് മാറാൻ പാടില്ല, പേര് കൊണ്ട് സെയിം ആണ്. ഒന്ന് ഫിസിയോക്രാറ്റ് ആണ്, എക്കണോമിസ്റ്റ് ആണ്. ഇത് ഫിലോസഫേഴ്സ് ആണ്, ചിന്തകന്മാരാണ്. ഫിലോസഫേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദി തിങ്കേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ്. ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുന്നത്. ആൻഡ് ദേ പ്രിപ്പയർഡ് എൻസൈക്ലോപീഡിയ ഇൻ ഫ്രാൻസ്. ആദ്യമായിട്ട് സർവ്വവിജ്ഞാന കോശം തയ്യാറാക്കി പബ്ലിഷ് ചെയ്ത ആൾക്കാരാണ് എന്ത്? ഫിലോസഫേഴ്സ്. വൺസ് അഗൈൻ, ഫിലോസഫേഴ്സ് were the thinkers and scientists. They prepared and designed one encyclopedia. എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന സർവ്വവിജ്ഞാന കോശം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത ആൾക്കാരാണ് എന്ത്? ഫിലോസഫേഴ്സ്. അപ്പം ഇവരുടെ സ്വാധീനമാണ് എന്ത്? ഐഡിയോളജീസ് ഇൻസ്പയർഡ് അത് പഠിക്കാനുള്ളത്. വോൾട്ടേർ പഠിച്ചു, മോണ്ടസ്ക്യൂ പഠിച്ചു, റൂസോ പഠിച്ചു, ഫിസിയോക്രാറ്റ് പഠിച്ചു, ഫിലോസഫേഴ്സും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഗവൺമെൻറ്റിലേക്ക് വരാം. വെൻ ഫ്രാൻസ് സപ്പോർട്ടിങ് ദി വാർ, അവർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രാൻസ് ഫേസിങ് എക്കണോമിക് ക്രെഡിബിലിറ്റി because large amount of the wealth they spending the war, she is spending the American War of Independence. In that time, France ruled by Louis XVI. നമ്മൾ ആദ്യം പഠിച്ചു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഫ്രഞ്ചുകാർ സഹായിച്ചു. അന്ന് രാജാവായിരുന്നു ലൂയി 16. അദ്ദേഹത്തിൻ്റെ അമിതമായ സഹായം കൊണ്ടും ധൂർത്തുകൊണ്ടും സൈനിക യുദ്ധങ്ങൾ കൊണ്ടും സമ്പത്ത് ഒരുപാട് പോയി. ഫ്രാൻസിന് പട്ടിണി കൂടി, സാമ്പത്തികമായിട്ട് ഫ്രാൻസ് ബാക്കോട്ട് പോയി. അപ്പോൾ പുതിയ നികുതി ചുമത്താൻ ജനങ്ങൾക്ക് മുതൽ നല്ല സമ്പത്ത് കൂടുതൽ ഭരിക്കാൻ കഴിയുള്ളൂ. For imposing new taxes on the people, our king Louis XVI summoned the parliament or people what parliament. That is commonly called state general. ഇവിടെ നമ്മുടെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടങ്ങളിൽ ലൂയി 16 അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൽ കൊടുത്ത പണവും ധൂർത്തും കൊണ്ടും ഫ്രാൻസിൻ്റെ ഖജനാവിൽ ഒന്നുമില്ല. പണം വാങ്ങണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? രാജാവ് പുതിയ നികുതി ചുമത്താൻ തീരുമാനിച്ചു. രാജാവിന് ഒറ്റയ്ക്ക് നികുതി ചുമത്താൻ കഴിയില്ല. അവിടെ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു, ജനകീയ സഭ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു സ്റ്റേറ്റ് ജനറൽ. ആ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിക്കണം. ആൻഡ് സ്റ്റേറ്റ് ജനറൽ ഹാവ് ലൈക്ക് ദി സൊസൈറ്റി 3 എസ്റ്റേറ്റ്. നമ്മുടെ ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ജനറലും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു.
അതിലൊന്ന് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ഹാവ് 285 members. Second estate have 308 and third estate have 621. So in this total number here we can see that third estate have 621 estate. First and second estate clergy and nobles, but they have only 285 and 308 seat. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ജനറലിന് 3 സഭകളുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും തേർഡ് എസ്റ്റേറ്റും. അങ്ങയുടെ എണ്ണം എങ്ങനെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റിന് 255, അത് ക്ലർജിയാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് 308 നോബിൾസ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് 621 എന്താണ് നമ്മുടെ പിന്നെ തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ രാജാവ് നൽകിയത് ഒരു വോട്ട് മാത്രമാണ്. ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്. ഒരു തീരുമാനമെടുക്കുമ്പോൾ, ടാക്സ് ചുമത്തുമ്പോൾ, ഒരു നിയമം പാസ്സാക്കുമ്പോൾ, വോട്ട് ചെയ്യുമ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ടാണ്. എപ്പോഴും ഈ 2 എസ്റ്റേറ്റുകളുടെ തീരുമാനങ്ങളും അവരുടെ ആശയവും രാജാവിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ 2 വോട്ടായി, ഇവിടെ 2 വോട്ട് ഇവർക്കായി. എപ്പോഴും ഇവർ സെപ്പറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ തീരുമാനങ്ങൾ വിജയിക്കും. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും മെമ്പർമാർ വേണം. സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെൻറ്റിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ വോട്ട് വേണമെന്നാണ്. എല്ലാ അംഗങ്ങൾക്കും ഓരോ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തേർഡ് എസ്റ്റേറ്റിൻ്റെ എന്ത് ചെയ്യും? തീരുമാനങ്ങൾ ജയിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? പിന്നെ ഇവിടെ അത് വേണ്ട തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു എവറി എസ്റ്റേറ്റ് ഹാവ് 1 vote. So against this decision, third estate they summoned one tennis court nearby the ward, our state general, and take an oath. That oath is very famous. Until to draft a constitution for France, they dismissed the meeting. ഒരു പറഞ്ഞു എന്ത്, നമ്മുടെ ഫ്രാൻസിന് ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ളത്. അതിനുള്ള കാരണം സാധാരണ തേർഡ് എസ്റ്റേറ്റ് സമ്മേളിക്കാർ ഒരു വലിയ ഹാളിലാണ്, 621 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളിൽ. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ഇവർ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയപ്പോൾ ഇവർ സമ്മേളിച്ചിരുന്ന ആ വലിയ ഹാള് രാജാവും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ആൾക്കാർ പോയിട്ട് പൂട്ടി ലോക്ക് ചെയ്തു. അപ്പോൾ അതുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ ആ വലിയ ഹാളിന് അപ്പുറത്തുണ്ടായിരുന്ന വലിയൊരു ടെന്നീസ് മൈതാനമുണ്ട്, അവിടെ പോയിട്ട് സമ്മേളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഒരു തീരുമാനം ഒരുപാട് എടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ നാഷണൽ അസംബ്ലിയാണ്, പേര് മാറ്റിയിട്ട് നാഷണൽ അസംബ്ലിയിൽ ദേശീയ അസംബ്ലി ആക്കിയിട്ട് മാറ്റി. തേർഡ് സ്റ്റേറ്റിൻ്റെ പേര് മാറ്റി നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ദേശീയ അസംബ്ലി ആക്കി. ഒരു പിന്നെ പ്രതിജ്ഞ കൂടി എടുത്തു, ഫ്രാൻസിന് ഇനി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോരാന്നുള്ളത്. ആ ടെന്നീസ് കോർട്ടിൽ വെച്ച് കൊടുത്ത പ്രതിജ്ഞ ആയതുകൊണ്ടാണ് അതിന് പേരായിരുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇത്രയാണ് എന്ത് ഈ ഭാഗത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ള ഏരിയ. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ, സംവാഡ് വാർ, സ്റ്റാർട്ടിങ് ആൻഡ് റീസൺ വി ഡിസ്കസ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ദി റിമൈനിങ് പോർഷൻ, ഇവൻറ്റ്സ് ഓഫ് ദി വാർ ഫ്രഞ്ച് റവല്യൂഷൻ. എന്തെല്ലാം സംഭവങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത് അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു വർഷം 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന്, ഇവൻറ്റ്സ് ലെഡ് ടു ദി ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ഭാഗം. കുറച്ച് വർഷങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും വരുന്നുണ്ട്, അന്ന് ഒന്ന് കെയർ ചെയ്യാം. സോ ഫസ്റ്റ് ഇവൻറ്റ്സ് ഇൻ ദി ഇയർ 1789, July 14, the people of France raised one slogan. That slogan, there was liberty, equality and fraternity. Liberty, equality and fraternity. സ്വാതന്ത്ര്യം, സമത്വം, സഹോദരം. ഈ ഒരു മുദ്രാവാക്യം നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ഫ്രാൻസിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം. ആൻഡ് ദ ഡിമോളിഷ്ഡ് ദി ബാസ്റ്റേൽ പ്രിസൺ. ബാസ്റ്റേൽ എന്ന് പറയുന്ന ഒരു ജയിലുണ്ട് ഫ്രാൻസിൽ, ബാസ്റ്റേൽ എന്ന് പറയുന്ന ജയിൽ. ആ ജയിൽ എന്ത് ചെയ്തു? അവരെ അടിച്ച് തമർത്തിയാണ്ട് തീയിട്ടു. ആൻഡ് ഫ്രീഡ് ദി പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഓഫ് ദി വാർ അവർ ഫ്രാൻസ്. Then why? Because they selected the Bastille prison. Bastille prison is the symbol of the what? Bourbon dynasty. Symbol of the despotic rule in the what? Our France. ഇവിടെ 1789 ജൂലൈ 14 നമ്മുടെ രാജാവിൻ്റെ മുഖമുദ്രയായ, രാജാവിനെ കളിയാക്കുന്നവരെ വിമർശിക്കുന്നവരെല്ലാം അദ്ദേഹം കൊണ്ട് പാർപ്പിച്ച് ടോർച്ചർ ചെയ്യാറ്, പീഡിപ്പിക്കാറ് ചെയ്യുന്നതാണ്. രാഷ്ട്രീയ തടവുകാർക്ക് ഒരുപാട്, നേതാക്കന്മാർക്ക് ഒരുപാട് ഇവിടെ കിടന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജയിൽ രാജാവിൻ്റെ ഒരു മുഖമാണ്, മുഖമുദ്രയാണ്. ആ ജയിലിൽ പോയിട്ട് ഇവരാണ്ട് തകർത്തോണ്ട് എന്ത് ചെയ്തു? അതിലുണ്ടായിരുന്ന രാഷ്ട്രീയ തടവുകാരൊക്കെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. ആ സംഭവം നടക്കുന്ന വർഷമാണ് 1789 ജൂലൈ 14. ഇന്നും ഫ്രാൻസിൽ ഇത് സെലിബ്രേറ്റ് ഇൻ July 14 ആസ് ദെയർ നാഷണൽ ഡേ.
ഇന്നും ഫ്രാൻസിൽ നമ്മുടെ ജൂലൈ 14 എന്ത് ഫ്രഞ്ചുകാർ ദേശീയ ദിനമായിട്ട് ആഘോഷിക്കാറ്. അന്ന് രാവിലെ മുതൽ പുലർച്ചെ വരെ എന്താണ് ജനങ്ങൾക്ക് ആഘോഷിക്കാം. ഒരുപാട് ഇളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 1-2 വർഷം മുന്നെയാണ് ഈ ഒരു ദിവസമാണ് ഫ്രാൻസിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത്. കാരണം സൈന്യവും പോലീസും ഒക്കെ ഫ്രീ ആക്കി വിടും, ജനങ്ങൾക്ക് എന്ത് ചെയ്യുക ആഘോഷിക്കാം. അതുകൊണ്ട് അപ്പോൾ ആ ദിവസമാണ് എന്ത് ജൂലൈ 14. സെക്കൻഡ് ഇവന്റ് നെക്സ്റ്റ് മന്ത് August 12, 1789 നാഷണൽ അസംബ്ലി പാസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മെൻ. 1789 August 12 ദേശീയ അസംബ്ലി, നമ്മുടെ 3ാം എസ്റ്റേറ്റ് ആണ്, ആ ദേശീയ അസംബ്ലി മനുഷ്യ അവകാശ പ്രഖ്യാപനം പാസ്സാക്കി. നാഷണൽ അസംബ്ലി പാസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മെൻ, മനുഷ്യ അവകാശ പ്രഖ്യാപനം നടത്തിയാര് നമ്മുടെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. ഇതാണ് എന്ത് അന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇത് ലോക ഫേമസ് ആണ്. ഇതിൻ്റെ പിക്ചർ എന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, എന്താണ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മെൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമാണ് ഈ ഒരു ദിവസം. ആൻഡ് October 1789 almost thousands of the women from the France, they conduct a big march to Paris, the Versailles Palace, and raise a slogan, that is give us bread. ഇവിടെ 1789 ഒക്ടോബറിൽ നമ്മുടെ ഫ്രാൻസിൽ 1000-ൽ പരം സ്ത്രീകൾ സമ്മേളിച്ചു. എന്നിട്ട് രാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക്, അവിടെ തന്നെ പേരാണ് വേഴ്സായ് കൊട്ടാരം. ആ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് വലിയൊരു മാർച്ച് എടുത്തു. ആ മാർച്ചിൽ ഇത് ഡിമാൻഡിങ് ദി വാർഡ് ഗിവ് അസ് ബ്രെഡ്. അവർ ഡിമാൻഡ് ചെയ്ത സംഭവമാണ് എന്ത് ഗിവ് അസ് ബ്രെഡ്, ഞങ്ങൾക്ക് എന്ത് വേണം ബ്രെഡ്, ഭക്ഷണം വേണം എന്നുള്ളത്. ഭക്ഷണം എന്ന് പറയാൻ കാരണം ഫ്രാൻസിലെ സാധാരണക്കാരൻ്റെ ഒരു ഭക്ഷണമായിരുന്നു ബ്രെഡ്. കുറഞ്ഞ പൈസയ്ക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന സാധനമായിരുന്നു ബ്രെഡ്. അപ്പോൾ ആ ബ്രെഡ് പോലും വാങ്ങാനുള്ള കഴിവർക്ക് ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ഫ്രാൻസ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രെഡ് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അവർ വലിയ മാർച്ച് നടത്തിയത്. So in this time our king ordered to suppress the women march, and the police and the troops also supporting the women march instead of supporting the king. ഈ മാർച്ച് ഇവിടെ നടന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളൊക്കെ മാർച്ച് എടുത്തപ്പോൾ സ്ത്രീകളെ അടിച്ചമർത്താൻ രാജാവ് ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസും പട്ടാളം എന്ത് ചെയ്തു, സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്ത്. ആൻഡ് ഫൈനലി ദി റെവല്യൂഷൻ സ്റ്റാർട്ടഡ്. അങ്ങനെ ഈ ഒരു വുമൺ മാർച്ചോട് കൂടി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. And the people, revolutionaries and National Assembly captured our Louis XVI and made guillotine and his wife also. അങ്ങനെ 1789 വേഴ്സായ് കൊട്ടാരം എന്ത് ചെയ്തു, നാഷണൽ അസംബ്ലിയും ടീമും പിടിച്ചടക്കി രാജാവിനെ തടവിലാക്കി. അങ്ങനെ 1789 കഴിഞ്ഞതിന് ശേഷം മേരി അന്റോണിറ്റയും രാജാവിൻ്റെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ 1789 കൂടി ഫ്രഞ്ച് റവല്യൂഷൻ എന്ത് ചെയ്തു, വൈൻഡപ്പിയാണ്. ആൻഡ് 1789 ശേഷം 1792 സെപ്റ്റംബർ മന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡ്രാഫ്റ്റഡ് ഫോർ ഫ്രാൻസ്. ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. ഇത്രയാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ വൺസ് അഗൈൻ ആദ്യ സംഭവം 14th ജൂലൈ 1789 ജനങ്ങൾ എന്ത് ചെയ്തു, മുദ്രാവാക്യം മുഴക്കി. അതിൻ്റെ പേരായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മുദ്രാവാക്യമാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്ത് പോലത്തിലൊക്കെ ചോദിക്കാം. ഇംഗ്ലീഷിൽ പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അവരെന്ത് ചെയ്തു, ജനങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് രാജാവിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ജയിലായിട്ടുള്ള ബാസ്റ്റേഡ് ജയിൽ തമർത്തി ആൾക്കാരെ സ്വതന്ത്രമാക്കി. ഇന്ന് ദേശീയ ദിനമാണ് എന്ത് ജൂലൈ 14. പിന്നെ August 12, 1789 നാഷണൽ അസംബ്ലി പാസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ. ദേശീയ അസംബ്ലി എന്ത് ചെയ്തു, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. October 1789 ആയിരക്കണക്കിന് സ്ത്രീകൾ മാർച്ചെടുത്ത് രാജാവിൻ്റെ കൊട്ടാരമായ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് ഡിമാൻഡ് ചെയ്ത് എന്താണ് ഗിവ് അസ് ബ്രെഡ്, ഭക്ഷണം വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. പിന്നെ അവസാനം ചെയ്ത് വുമൺ മാർച്ചോടുകൂടി വിപ്ലവം ആരംഭിച്ചു. നാഷണൽ അസംബ്ലിയും ആൾക്കാരും പട്ടാളക്കാരും ഇവരൊപ്പം കൂടി അവസാനം രാജാവിനെ പിടിച്ചു, കൊട്ടാരം വളഞ്ഞു, രാജാവിനൊപ്പമുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിലാക്കി അവരെ വധിച്ചു. അങ്ങനെ ഫ്രാൻസ് സ്വതന്ത്രമായി വർഷം 1789. പിന്നെ കഴിഞ്ഞപ്പോൾ 1792 സെപ്റ്റംബറിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, ഡ്രാഫ്റ്റ് ചെയ്തു നമ്മുടെ ഫ്രാൻസിന് വേണ്ടി. ആൻഡ് ആഫ്റ്റർ 1792 അവർ ഫ്രഞ്ച് ഹോം ഓഫീസ് ഈസ് ഹാൻഡിൽഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കമ്മിറ്റി, എ സേഫ്റ്റി കമ്മിറ്റി ഹെഡഡ് ബൈ 3 persons, റോബ്സ്പിയർ, ദെൻ മിറാബോ ആൻഡ് ഡാൻഡൻ. ആൻഡ് ദി ഹെഡ് ഈസ് റോബ്സ്പിയർ, മാക്സിമിലിയൻ റോബ്സ്പിയർ. And Robespierre, when he got the power of the France, home power,
and control of the military. He let loose a reign of terror. He captured, he arrested all his opponents, political opponents and all other opponents. And if anyone is opposing his ideas and his action, he arresting them. And especially his opposition parties are arrested many one. And finally he made guillotine. Guillotine is a special type of the what? A tools to kill the what? People. And finally guillotine is increasing in the what? France. People are suffered much about this guillotine. And finally people captured our Robespierre and made him guillotine. ഒന്നിന് പറഞ്ഞുതരാം. ഇവിടെ 1792 ശേഷം ഫ്രാൻസിലെ ഹോം ഓഫീസ് ആഭ്യന്തര കാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മാക്സിമിലിയൻ റോബ്സ്പിയർ എന്ന് പറയുന്ന ആൾ, 2 ഡാൻറ്റൺ, 3 മിറാബ്. ഇവരാണ് അതിന് ഡ്യൂട്ടി കിട്ടിയത്. അതിൽ റോബ്സ്പിയർ ആയിരുന്നു അതിൻ്റെ ഹെഡ്. അങ്ങനെ സൈന്യത്തിൻ്റെയും ഹോം ഓഫീസിൻ്റെയും അധികാരം കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? തോന്നിമാരി ഭരിച്ചു. ആളെ എതിർക്കുന്നവരെ, അയാൾ വിമർശിക്കുന്നവരൊക്കെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒപ്പോസിഷൻ പാർട്ടിയിലെ ആൾക്കാർ വരെ എന്ത് ചെയ്തു? അദ്ദേഹം അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ ഒരു സ്പെഷ്യൽ എന്തുണ്ട്, നമ്മുടെ മെഷീനുണ്ട്, ഗില്ലറ്റിൻ വരെ അയാൾ ഉണ്ടാക്കിയാണ്. ആ പ്രകാരം ഒരു 2 ഭാഗത്ത് 2 തൂണുകൾ ഉണ്ടായിരിക്കും. ഒരു ബ്ലേഡ് സെൻറ്റർ ഭാഗത്ത് നാം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെ തല കറക്റ്റ് അടിഭാഗത്ത് വെച്ചുകൊണ്ട് ആ ബ്ലേഡ് കറക്റ്റ് തലയിലേക്ക് വീഴും, 2 കഷ്ണമായിട്ട് മാറും. ആ മെഷീനെ പറഞ്ഞ പേരാണ് ഗില്ലറ്റിൻ. ഒരു നമ്മുടെ കരീബിയൻസ് ഓഫ് പിറേറ്റസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് സിനിമയിൽ, ഇംഗ്ലീഷ് മൂവിയിൽ, ഹോളിവുഡിൽ, ജാക്സ്പിയറിന്. ആ സിനിമയുടെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഈ ഗില്ലറ്റിൻ എന്നുള്ള മെഷീനൊക്കെ. ഓക്കെ, അതൊരു ഫേമസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ, ഫ്രാൻസിൽ. അങ്ങനെ നമ്മുടെ റോബ്സ്പിയർ അയാളെ എതിർക്കുന്നവരെ, വിമർശിക്കുന്നവരെ, കളിയാക്കുന്നവരെ എല്ലാം ഗില്ലറ്റിൻ ചെയ്തു. അവസാനം ഇയാൾക്ക് വെട്ടൊരു ശീലമായി, എല്ലാവരും തലട്ടാൻ തുടങ്ങി. ജനങ്ങളൊക്കെ ആകെ പേടി വരാൻ തുടങ്ങി. ജനങ്ങൾക്ക് മടുത്തു ഇയാളുടെ ഭരണം. അവസാനം എന്ത് ചെയ്തു? ജനങ്ങൾ ഇയാളെ പിടിച്ചുകൊണ്ട് അയാൾ തയ്യാറാക്കിയ ആ മെഷീനിൽ വെച്ചുകൊണ്ട് അയാളുടെ തല വെട്ടിക്കൊണ്ട് വെട്ടോടെ അവസാനിപ്പിച്ചു. സോ ദാറ്റ്സ് അബൌട്ട് ദി വാട്ട്, ദിസ് റെയിൻ ഓഫ് ദി വാട്ട്, ടെറർ എന്നുള്ള ഭാഗം. ഇത്രയാണ് എന്ത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി വാട്ട്, റിസൾട്ട്സ് ഓഫ് ദി വാട്ട്, അവർ ഫ്രഞ്ച് റവല്യൂഷൻ. ഇത് ആൾസോ എക്സാം വി ഓഫ് പോയിന്റ് ചോദിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് കണ്ടൊക്കെ 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ആൻഡ് after the French Revolution, a great ruler of the Austria, Chancellor Lord Metternich, made a great quote. That quote that was, "When France sneezes, the rest of Europe catches cold." When France sneezes, the rest of catches cold. ഇവിടെ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും നെപ്പോളിയൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ, അതിന് വരുന്ന മുന്നേ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ആ കാലഘട്ടങ്ങളിൽ ഓസ്ട്രിയ ഒരു വലിയ രാജ്യമാണ്. ഓസ്ട്രിയയുടെ തലവനുണ്ടായിരുന്നു, നമ്മുടെ ഓസ്ട്രിയൻ്റെ ഹെഡിൻ്റെ പേരായിരുന്നു ലോർഡ് മെറ്റർനിച്ച് എന്ന് പറയുന്ന ആൾ. ലോർഡ് മെറ്റർനിച്ച് ഒരു കോട്ട് നടത്തി, ഫേമസ് കോട്ടാണ് ആളുടെ ഒരു ഗ്രേറ്റ് എന്താണ് കോട്ട്. അത് പറയുന്ന ആൾ എന്ത്, വെൻ ഫ്രാൻസ് സ്നീച്ചസ് ദി റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. നമ്മുടെ ഫ്രാൻസ് ഒന്ന് തുമ്മിയാൽ യൂറോപ്പിലാകെ എന്ത് ചെയ്യും? ജലദോഷം പിടിക്കും. ഫ്രാൻസിൽ നടക്കുന്ന മാറ്റങ്ങളും മുന്നേറ്റങ്ങളും യൂറോപ്പിനെ മൊത്തം എന്താണ് സ്വാധീനിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ റിസൾട്ടുകൾ. കാരണം ഫ്രാൻസിൽ അത് ഭരിച്ചിരുന്ന രാജവംശം എന്താണ് അടിത്തമർന്നു. ലൂയി രാജഭരണം അടിത്തമർന്ന് ജനങ്ങളുടെ ഭരണം വരികയാണ്. അപ്പം അതേമാതിരി അയാൾ ഭരിക്കുന്ന ഓസ്ട്രിയ അടക്കം, ജർമ്മനി അടക്കം, ഇറ്റലി അടക്കം എല്ലാ രാഷ്ട്രങ്ങളിലേക്കും വിപ്ലവം വരുന്ന അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഫ്രാൻസ് ഒന്ന് തുമ്മിയ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്നത്. അപ്പം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് പഠിക്കാം. റിസൾട്ട് ഓഫ് ദി വാട്ട്, അവർ ഫ്രഞ്ച് റവല്യൂഷൻ. ഫസ്റ്റ് റിസൾട്ട് ഒരു സ്റ്റിമുലേറ്റഡ് ദി വാട്ട്, ലേറ്റർ റവല്യൂഷൻസ് ഓഫ് ദി വാട്ട്, ഫ്രാൻസിലെ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദി വാട്ട് വേൾഡ്. ഫ്രാൻസിൽ നടന്ന ഈ ഒരു വിപ്ലവം ലോകത്തെ ഒട്ടുമിക്ക വിപ്ലവങ്ങളിലേക്ക് എന്താണ് ഒരു പ്രധാനപ്പെട്ട പ്രചോദനമായിട്ട് മാറി. അനിട്ട് പേവ്ഡ് ദി എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ജന്മി സമ്പ്രദായത്തിന് അന്ത്യം കുറിച്ചു വിപ്ലവം. ഇറ്റ് പേവ്ഡ് ദി എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ജന്മി സമ്പ്രദായങ്ങൾക്ക് അന്ത്യം കുറിച്ചു ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ. തേർഡ് വൺ, ഇറ്റ് ഡിക്ലെയർഡ് നാഷൻ നോട്ട് എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. ഡിക്ലെയർഡ് നാഷൻ നോട്ട് എ റീജിയൻ ബട്ട് ദി വാട്ട് പീപ്പിൾ. ഇത് ഡിക്ലെയർ ചെയ്തത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രദേശമല്ല, പകരം എന്താണ് ജനങ്ങളാണെന്ന് ഡിക്ലെയർ ചെയ്തു. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വെറും പ്രദേശമല്ല, പകരം ജനങ്ങളാണെന്ന് ഡിക്ലെയർ ചെയ്തു. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഹൈലൈറ്റിംഗ് ദി വൺ പീപ്പിൾസ് സോവറിനിറ്റി. ജനങ്ങളുടെ പരമാധികാരം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു.
ഈ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർഡ് നാഷൻ ഈസ് നോട്ട് എ മിയർ എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പ്രദേശമല്ല, പകരം ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച ആദ്യ വിപ്ലവം. പീപ്പിൾ സോവറിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, ജനങ്ങളുടെ പരമാധികാരം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു. ആൻഡ് ഇറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് നാഷണാലിസം. ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായിട്ട് മാറിയത് ഫ്രഞ്ച് റവല്യൂഷൻ. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് ദി ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ആൻഡ് ലാസ്റ്റ് റിസൾട്ട് ഇറ്റ് ത്രെറ്റൻഡ് ദി ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദി എൻറ്റയർ വേൾഡ്. ലോകത്തെ യൂറോപ്പിലെ മൊത്തം സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഒരു ഭീഷണി ഉയർത്തിയത് ഫ്രഞ്ച് വിപ്ലവം. ഒന്നിന് പറഞ്ഞുതരാം. സ്റ്റിമുലേറ്റഡ് സ്റ്റിമുലേറ്റഡ് ദി ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദി വേൾഡ്. ലോകത്തെ മറ്റുള്ള വിപ്ലവങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട് മാറി. ഇറ്റ് പേവ്ഡ് ദി എൻഡ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം. പ്രധാനമായിട്ടും ഫ്യൂഡൽ സമ്പ്രദായങ്ങൾക്ക് അന്ത്യം കുറിച്ചു നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ. ഇറ്റ് ഡിക്ലെയർഡ് നാഷൻ നോട്ട് എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. ആദ്യമായിട്ട് പ്രഖ്യാപിച്ചു രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പ്രദേശമല്ല, പകരം ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ആൻഡ് ഇറ്റ് ഹൈലൈറ്റ് ഇൻ ദി പീപ്പിൾ സോവർണിറ്റി. ജനങ്ങളുടെ പരമാധികാരം എന്നുള്ള ആശയം ഇത് മുന്നോട്ട് വെച്ചു. ആൻഡ് എമർജൻസ് ഓഫ് ദി നാഷണാലിസം. ദേശീയതയുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. ആൻഡ് ലാസ്റ്റ് വൺ ഇറ്റ് സപ്പോർട്ടിങ് ദി ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ ഉയർച്ച ഇത് കൂടുതൽ സഹായിച്ചു. ആൻഡ് ഇറ്റ് ത്രെട്ടൺ ദി ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഓഫ് ദി അവർ യൂറോപ്പ് ആൻഡ് വേൾഡ്. ലോകത്തിലെ മൊത്തം സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും പ്രധാനമായിട്ടും ഒരു ഭീഷണി ഉയർത്തിയത് ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം. ദാറ്റ്സ് അബൌട്ട് ദി റിസൾട്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇനി ലാസ്റ്റ് ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ എ മിലിറ്ററി ഡിക്റ്റേറ്റർ take the power of France in the year 1799. And when he got the power, he implemented many reforms. He captured many territories and he made France as a powerful nation. And he highlighted the concept of the nationalism. ഇവിടെ ദേശീയ അസംബ്ലിയുടെ ഭരണം ഇങ്ങനെ പോണ സമയത്ത് ജനങ്ങൾക്ക് മടുത്തു ആ ഭരണവും. കാരണം രാജ്യഭരണമല്ല, ദേശീയ ഭരണമാണ്, ദേശീയ അസംബ്ലിയുടെ ഭരണമാണ്. പക്ഷെ ഒരു ഫ്രാൻസ് ശക്തമായിട്ട് വരുന്നില്ല. അവസാനം ഈ ഒരു അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും മുതലാക്കിക്കൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒരു സൈനിക തലവൻ ഫ്രാൻസിന്റെ ഭരണം പിടിക്കുകയാണ്. വൺസ് അഗൈൻ ഫ്രാൻസ് ഗോയിങ് ടു ആൻ ഓട്ടോക്രാറ്റിക് റൂൾ, ദാറ്റ് ഈസ് മിലിറ്ററി ഓട്ടോക്രാറ്റിക്. ഒരിക്കൽ കൂടി ഫ്രാൻസ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഭരണം കൈമാറിപ്പോയിക്കൊണ്ട് ഒരു സൈനിക തലവൻ ഭരിക്കുന്ന ഭരണമായിട്ട് മാറാണ്. അദ്ദേഹം ഭരണം പിടിച്ചെടുത്ത വർഷമായിരുന്നു 1799. ഓക്കെ, ആൻഡ് വെൻ ഹി ഗോട്ട് പവർ ഹി ഇംപ്ലിമെന്റിംഗ് മെനി റിഫോംസ്. അതിന് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ എന്ത് ചെയ്തു, നടപ്പിലാക്കി. അതിലൊന്നായിരുന്നു ഹി മെയ്ഡ് ഫാമേഴ്സ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. അത് എന്ത് ചെയ്തു, കർഷകരെ പിന്നെ ഭൂമിയുടെ ഉടമകളായിട്ട് മാറ്റി. ദിസ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഒരു 3 മാർക്കോ 4 മാർക്കോ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ. ഒന്ന് പറഞ്ഞുതരാം. ഹി മെയ്ഡ് ഫാമേഴ്സ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. അദ്ദേഹം കർഷകരെ എന്ത് ചെയ്തു, ഭൂമിയുടെ ഉടമകളാക്കിയിട്ട് മാറ്റി. കർഷകർക്ക് ഭൂമി കൊടുത്തു. ഭൂമിയില്ലാത്ത കർഷകർക്ക് ഉള്ള ജന്മിമാരിൽ നിന്നും ഭൂമി പിടിച്ചിട്ട് ഇവർക്ക് വിതരണം ചെയ്തു. ആൻഡ് ഹി ഫോംഡ് സിങ്കിങ് ഫണ്ട് ടു അവോയ്ഡ് ദി പബ്ലിക് ഡെപ്റ്റ്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് മലയാളത്തിൽ സിങ്കിങ് ഫണ്ട് തന്നെയാണ്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. ഫ്രാൻസിന്റെ പൊതുകടം, ഡെപ്റ്റ് എന്ന കടമാണ്, പൊതുകടം ഒഴിവാക്കാൻ വേണ്ടി ഫ്രാൻസിന്റെ പൊതുകടം ഇല്ലായ്മ ചെയ്യാൻ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം രൂപീകരിച്ചു. ഹി കൺസ്ട്രക്റ്റഡ് മെനി റോഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. എൻറ്റയർ ഫ്രാൻസ് ഹി ഡെവലപ്ഡ് മെനി റോഡ്സ് ആൻഡ് ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഫ്രാൻസിന്റെ പല ഭാഗങ്ങളുടെ റോഡ് നിർമ്മിച്ചുകൊണ്ട് ഗതാഗതം എന്ത് ചെയ്തു, ശക്തമാക്കി. ദെൻ ഹി മേഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി. പുരോഹിതന്മാർക്ക് മേലെന്ത് ചെയ്തു, രാഷ്ട്രത്തിന് നിയന്ത്രണം ഏർപ്പാടാക്കി. ഹി മേഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി. പുരോഹിതന്മാർക്ക് മേൽ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം ചെയ്തു അദ്ദേഹം കൊണ്ടുവന്നു. ആൻഡ് ലേറ്റർ ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സ്റ്റെബിലൈസ് ദി ഫിനാൻസ് ഓഫ് ദി അവർ സെൻട്രലൈസിംഗ് ദി ഫിനാൻസ്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസിംഗ് ദി അവർ ഫിനാൻസ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് രൂപീകരിച്ചു. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് രൂപീകരിച്ചു. ആ ലാസ്റ്റ് വൺ, ഹി കോഡിഫൈഡ് എക്സിസ്റ്റിംഗ് ലോസ് ഓഫ് ഫ്രാൻസ് ആൻഡ് മെയ്ഡ് എ ന്യൂ കോഡ് ഓഫ് ലോ. ദാറ്റ് ഈസ് നെപ്പോളിയൻ കോഡ് ഓഫ് ലോ. ഹി codified the existing law of France and in a single one that is commonly called new code of law.
ഓർ commonly called നെപ്പോളിയൻ കോഡ് ഓഫ് ലോ. അദ്ദേഹം ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ചിതറിക്കിടന്നിരുന്ന ഒരുപാട് നിയമങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട് എല്ലാ നിയമങ്ങളും എല്ലാ ഭാഗത്തും ഒരേമാതിരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകീകൃത സിംഗിൾ നിയമ സമ്പ്രദായം കൊണ്ടുവന്നു. അതിന് പറഞ്ഞ പേരാണ് ന്യൂ കോഡ് ഓഫ് ലോ. He codified the existing laws of France and into a single form that is called New Code of Law. ഇത്രയാണ് എന്ത് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങളിൽ പഠിക്കാനുള്ളത്. He captured many part of the Austria, then Belgium, then Russia, then Britain. So finally, Britain, Belgium, Austria, Russia, under the leadership of the Austria, they conducted a big war against Napoleon. That war is commonly called Waterloo War. not 1805. 1815 വാട്ടർലൂ വാർ. സോ ഈ ഒരു വാട്ടർലൂ വാറിൽ എന്ത് ചെയ്തു, നമ്മുടെ നെപ്പോളിയൻ എന്ത് ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അവസാനം നമ്മുടെ ലോർഡ് മെറ്റർനിച്ചിൻ്റെ കീഴിൽ ബ്രിട്ടനും റഷ്യയും ബ്രിട്ടനും ബെൽജിയം ആൻഡ് ഓസ്ട്രിയ ഇവർ നെപ്പോളിയനെ തോൽപ്പിച്ച യുദ്ധമാണ് എന്ത് വാട്ടർലൂ വാർ. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ള ഭാഗം. ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, താങ്ക് യു.